നബിയുടെ വായിലൂടെ അള്ളാഹു തആല കൽപ്പിച്ചാൽ നോമ്പ് ആണ്. പക്ഷേ നബിയെ പരിഗണിക്കണം. നബിയെ പരിഗണിക്കാതെ, മനസ്സിലാണ്ട് പറഞ്ഞ, നബിയെ പരിഗണിക്കാതെ ഇരുന്നാൽ അതിന് യാതൊരു വില ഉണ്ടാവില്ല. നബിയെ പരിഗണിക്കണം. നബിയിൽ എൻ്റെ ഭാഗത്തേക്ക് ഞാൻ വരാം, ചിന്തിക്കണം. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട മഹാനായ സഹീൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന വ്യാഖ്യാനം കേട്ടോളൂ. ഈ ആയത്തിന് വ്യാഖ്യാനം എഴുതി വെക്കേണ്ടവർക്ക് എഴുതി വെക്കും. ഭയങ്കര വ്യാഖ്യാനം. ഒരാൾ ഈ ആയത്തിന് വ്യാഖ്യാനം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന ആയത്തിന്റെ വ്യാഖ്യാനം ബഹുമാനപ്പെട്ട സഹീൽ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാം. മൻ ലം യറ നഫ്സഹു ഫി മിൽക്കി റസൂൽ വലം യറ വിലായത റസൂൽ ഫി ജമീഇൽ അഹ്വാൽ ലം യദുഖ ഹലാവത സുന്നത്തിഹി ബിഹാൽ لأن النبي صلى الله عليه وسلم هو أولى بالمؤمن. മൻ ഒരാൾ ലം യറ നഫ്സഹു അവന്റെ നഫ്സിനെ അവൻ കണ്ടില്ല, ഫീ മിൽക്കി റസൂൽ നബിയുടെ ഉടമസ്ഥതയിൽ കണ്ടില്ല. നബിയുടെ ഉടമസ്ഥതയിൽ അവന്റെ നഫ്സിനെ അവൻ ഉൾപ്പെടുത്തിയില്ല. അതായത് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവന്റെ ഉടമക്കാരനാണ് എന്നവൻ മനസ്സിലാക്കിയില്ല. ഇപ്പൊ ഞാൻ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഇപ്പൊ എന്റെ ഉടമസ്ഥയിലാണെങ്കിൽ എനിക്കിപ്പോ അവിടെ എന്തും എപ്പോഴും എടുത്തു പോയിക്കൂടെ? ഇത് മൊബൈലാ, ഇങ്ങനെ പലതുണ്ട്. തലയാണുണ്ട്, കിടക്കുണ്ട്, വിരിപ്പുണ്ട്, പലതുണ്ട്, കടലാസുണ്ട്, മോയ്ക്കുണ്ട്, ഒക്കെ ഉണ്ട്, ചെന്തു കുപ്പിയുണ്ട്, പലതുണ്ട്, പേനുണ്ട്, കടലാസ് കിട്ടുന്നു, പലതും. ഇത് എൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ എനിക്ക് എപ്പോഴും പോയി ഇതും കൊണ്ടുപോയിക്കൂടെ? ഞാൻ ഇവിടെ വന്നു, മൊബൈലും കൊണ്ടുപോയി, പിന്നെ കുറച്ച് നേരം വന്നു, ചെന്തു കുപ്പിയും കൊണ്ടുപോയി. കാരണം ഇതെല്ലാം പറയും എൻ്റെ ഉടമസ്ഥതയിലാണെങ്കിൽ എങ്കിൽ എനിക്ക് എപ്പോഴും കൊണ്ടുപോയിക്കൂടെ? ഈ ആയത്തിന് വ്യാഖ്യാനം പറയണേ. ഈ ആയത്തിന് വ്യാഖ്യാനാണ്. ഈ ആയത്തിനെ മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു ചീസായി മാറണം. ഒരാൾക്ക് ഒരുപാട് ചീസുകൾ, ഒരുപാട് വസ്തുക്കൾ അയാളുടെ ഉടമസ്ഥതയിലുണ്ട് എങ്കിൽ അയാൾക്കത് എപ്പോഴും എടുക്കാൻ വെക്കാം, ഒക്കെ അയാൾ അധികാരമാണ്. അപ്പൊ അയാളുടെ അധികാരത്തിന്റെ, അയാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തു എന്ന നിലയിൽ നീ നിന്നെ കാണണം. ആരുടെ ഉടമസ്ഥതയിൽ? റസൂലുള്ളാഹിയുടെ. റസൂൽ നിനക്ക് തന്നെ കോളർ കൊണ്ടിച്ചു കൊണ്ടുപോകാം. അവിടെ ഇടാ. നിങ്ങളെ ഉടമസ്ഥയിലാണെങ്കിൽ എനിക്ക് തോന്നാൻ പറ്റില്ല. എൻ്റെ മൊബൈൽ വിളിച്ചപ്പോൾ ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ സദയ അവിടെ വെക്കിട്ടോ എൻ്റെ മൊബൈലാണ് എനിക്ക് പറയാം. സദയ ഒന്നും കൂടി നോക്കിക്കളെ എൻ്റെ കളർ വേക്കോ ഞാൻ പേച്ചല്ലോ എൻ്റെ ഇട്ട മാതിരി തന്നെ ഇട്ടപ്പോൾ തന്നെ വേഗത്തിലിട്ടാലും ഓൻ ചൂടാവും. നിങ്ങളിപ്പോൾ എടുത്തു അങ്ങനെ തന്നെ ഇടലി എൻ്റെ മാതിരി അങ്ങനെ ഇട്ടോ നിനക്കെന്താ? അപ്പൊ നീ ഒരു ചീസ, ഒരു വസ്തുവാണ്, ആരുടെ ഉടമസ്ഥതയിലുള്ള. അങ്ങനെ നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സകല സന്ദർഭങ്ങളിലും നിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂലിന് ഉടമസ്ഥ, കൈകാര്യ അധികാരമുണ്ട് എന്നും ഒരാൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ലം യദുഖ ഹലാവത സുന്നത്തിഹി, സുന്നത്തിന് പിന്നെ രുചി ഉണ്ടാവുകയില്ല. സുന്നത്താണ് താടി നീട്ടലല്ല. നബിക്ക് തടി വിട്ടുകൊടുത്തിട്ട് താടി നീട്ടലാണ്. താടി കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടല്ല, മനസ്സിലായില്ല? താടി നീട്ടൽ നമ്മളെ പണിയല്ല. നമ്മൾ ബാർബർ ഷാപ്പ് കയറാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്നൊരു കാര്യത്തിനാണ് താടി നീളുക. ഇത് നല്ല കാര്യമാണ്. നല്ലോണം ചിന്തിക്കണം. താടി നീട്ടൽ ഞാനെതിരല്ല, ഞാനതല്ല പറയുന്നത്. പക്ഷെ താടി പലരും നീട്ടും, താടി നീട്ടും, തലയെക്കെട്ട് നീട്ടും, ഇതൊക്കെ പലരും നീട്ടും, പലതും ചെയ്യും. നീളം കുപ്പായിടും. ഇപ്പൊ ഗൾഫിൽ കള്ളുടിക്കാൻ പോകണമെന്നും നീളം കുപ്പായം തന്നെ ഇടുക. മനസ്സിലായില്ല? ഇപ്പൊ ഗൾഫിൽ കള്ളുടിയന്മാരില്ലേ?
മനുഷ്യന്മാരെ ഗൾഫിൽ കള്ളുടിയന്മാരില്ലേ? ഉണ്ട്. ഓലെന്ത് പാടുക? കള്ളുടിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വായിച്ചപ്പോ ഇല്ല. അതൊക്കെ ഓരോ സിവിലൈസേഷൻ്റെ രീതികളാണ്. സുന്നത്ത് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം ഇവന്റെ നഫ്സിനെ ആർക്ക് വിൽക്കണം? വിൽക്കുക. എന്നിട്ട് നബിയുടെ ഒരു ചീസാക്കുക. നബിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ചീസായി, ഒരു വസ്തുവായി നീ മാറുക. മല്ലം റസൂലി, ഒരാൾ അവനെ റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിൽ അവന് കാണാൻ കഴിഞ്ഞില്ല. ولم ير ولاية الرسول في جميع ولم ير ولاية الرسول ولم ير ولاية الرسول في جميع الأحوال. ഏത് സന്ദർഭത്തിലും എങ്ങനെയും അവനെ കൈകാര്യം ചെയ്യാൻ നബിക്ക് അധികാരമുണ്ട് എന്നവന് മനസ്സിലായില്ലെങ്കിൽ ലം യദുഖ്, അവൻ രുചിക്കുകയില്ല ഹലാവത്ത സുന്നത്തിഹി, നബിയുടെ സുന്നത്തിന്റെ ഹലാവ, അതിന്റെ മാധുര്യത്തെ അനുഭവിക്കാൻ അവന് പിന്നെ കഴിയില്ല. അങ്ങനെ ആദ്യം നമ്മളെ മനസ്സ് വിൽക്കണം. അവർക്ക് ഞാൻ എൻ്റെതല്ല, ഞാൻ ആരെ മുതലാണ്? സുൽത്താന മുതലാണ്, ഞാൻ മുത്ത റസൂലുള്ളാഹിന്റെ മുതലാണ്, ഞാൻ എൻ്റെ അല്ല, എൻ്റെ റസൂലുള്ളാഹിന്റെ ആണ്. അങ്ങനെ മനസ്സിലാക്കണം. അപ്പം അവൻ ഈ എന്തിനേക്കാൾ വലുതാണ്? എന്തിനേക്കാൾ വലുതാണ്? ഞാൻ എന്തിന് എന്ത് എന്നുള്ള ചോദ്യം തന്നെയില്ല. അങ്ങനത്തെ ആളെ ആരാകൂ? മുഅ്മിനാകൂ. അവരോടെ നോമ്പിനെ കൽപ്പിച്ചിട്ടേ ഉള്ളൂ. നാട്ടുകാരോട് പോയി നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല. മുഅ്മിനീങ്ങളോടാ പറഞ്ഞത്. മുഅ്മിനീങ്ങളാണെങ്കിൽ ആരാകും? അവൻ ആരുടെ ഉടമസ്ഥതയിലുള്ള ആളാണ്? റസൂലുള്ളാഹിന്റെ ഉടമസ്ഥയിലാണ് അവൻ. അവന്റെ ഏത് നിലക്കും എങ്ങനെയും കൈകാര്യം ചെയ്യാൻ. എന്താ ഇപ്പൊ ഈ മൊബൈലിന് ബുദ്ധി ഉണ്ട് വെക്കുക. ഞാനിതെടുത്ത് കൊണ്ടുപോവാണെങ്കിൽ മൊബൈൽ ഒന്നും അറിയില്ലല്ലോ, കാരണം മൂപ്പരെ മുതലല്ലോ. അതേ സമയത്ത് ബുദ്ധിയുള്ള മൊബൈലിന് ബുദ്ധി ഉണ്ടാവുകയും വേറെ ആൾ കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ പറയില്ലേ, ഉടക്ക് ഞാൻ എൻ്റെ അല്ല. നിങ്ങൾക്ക് പറഞ്ഞത് ചിന്തിക്ക്. ഒരു പരിപാടി കഴിഞ്ഞോക്കെ പെണ്ണുങ്ങളല്ലേ, നമ്മളെ പെണ്ണുങ്ങളെ വന്ന് ഓളെ കൊണ്ട് പോകണം. അപ്പം അങ്ങനെ മൂടക്കുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുക പെണ്ണുങ്ങൾ. അപ്പോൾ ഏതോ ഒരുത്തരെ കണ്ടപ്പോൾ പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഓള് വേഗം അങ്ങോട്ട് മാറുക ചെയ്യാം. ഈ കാക്ക എന്നെ വിളിക്കും. മൂടക്കുപ്പായ മറ്റൊക്കെ കണ്ടപ്പോൾ നമ്മളെ പെണ്ണുങ്ങളെ തോന്നിപ്പോയി, ഇച്ച് പോരില്ലേ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പാഞ്ഞ്. എന്തുകൊണ്ട്? ഓൾക്കറിയാം എന്ത് ഞാൻ ഇയാളല്ല. ഇയാളുടെയാണെങ്കിൽ പിന്നെ ഓളാ നട്ടം ആ കണ്ണു നോക്കി നിൽക്കില്ല. എന്നാ പിന്നെ ഓളൊന്നിനോട് പറ്റൂല. മനസ്സിലാണ്ട് പറഞ്ഞ. അപ്പൊ നമ്മൾ നബിയുടേതാണ്. നമ്മളെ എടുക്കാനും വെക്കാനും അധികാരം ആർക്കാണ്? നബിക്കാണ്. നോമ്പ് ഓൽക്കണം എന്ന്. നോമ്പ് ഓൽക്കണ്ട. ഇതേ നബി പിറ്റേ ഒരു ദിവസം സ്വഹാബികളെ കൊണ്ട് നട്ടുച്ചക്ക് വെള്ളം കുടിപ്പിച്ചു. ആരും പറഞ്ഞില്ല. നൂറുസ്കാരം കഴിഞ്ഞു, റമളാൻ മാസം നൂറുസ്കാരം കഴിഞ്ഞു, വെള്ളം കൊണ്ടിരുന്നു. ഇപ്പൊ ശരീരം വെള്ളം കുടിച്ചു. സിദ്ദീഖിന് കൊടുത്തു. എന്നാ സിദ്ദീഖ് പറഞ്ഞോ, ഇന്ന് നോമ്പാണ്, നിങ്ങൾക്ക് കുതിര വിടാൻ ഞങ്ങളതിനില്ല. നിങ്ങൾ കണ്ട പോലെ നിങ്ങൾക്ക് അള്ളൊക്കെ വേറെ മൂപ്പ. ഞങ്ങൾക്ക് സാധുക്കൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നോമ്പ് അതെ അങ്ങനെ പറഞ്ഞു. സിദ്ദീഖ് കളകള വെള്ളം കുടിച്ചു. അപ്പോൾ ഹത്ത കൊടുത്തു, കുടിച്ച് ഒക്കെ കുടിച്ചു. നഞ്ഞു പോകാറും വെള്ളം കുടിച്ചു. ഇപ്പം എൻ്റെ ദിവസം റമളാൻ മാസം നോമ്പ് നട്ടുച്ച നേരം വെള്ളം കുടിച്ചു. എണീറ്റ് ഒട്ടകപ്പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആരോ ഹബീബ നബിയോട് ഒന്നും പറഞ്ഞു. കുറച്ച് ആളുകൾ വെള്ളം കുടിച്ചിട്ടില്ല. അവര് ദോഷികളാണ്. പാരദോഷിയത് നമ്പൂറ്റൊരു നട്ടുച്ച നേരത്ത് ഇവരൊക്കെ വെള്ളം കുടിച്ചിട്ടും വെള്ളം കുടിക്കാതെ നോമ്പ് നോറ്റ് കഷ്ടപ്പെട്ടവരെ പറ്റി എന്റെ പറഞ്ഞു ഓഹമുൽ ആസൂൻ, അവർ ദോഷികളാണ്. എന്ത്? അവൻ്റെ ഉടമക്കാരൻ ഞാനാണ്. ഞാൻ പറഞ്ഞു ചെയ്യണം. ഞാൻ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ ഞാൻ കുടിക്കണം. ഞാൻ കുടിക്കണ്ട പറഞ്ഞാൽ കുടിക്കണ്ട. അല്ല നോമ്പല്ലേ, മകന് ബാങ്കല്ലേ, ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ ദൂരല്ലേ, ആ ജാതി ഭർത്താൻ എന്നോട് പറയരുത്. എങ്ങനെയുണ്ട്? അതറിയാതെ ചെയ്തോണ്ടോ, അറിഞ്ഞോണ്ട് കരുതി കുട്ടി നബിക്കെതിരാക്കുകയാണെങ്കിലോ അപ്പൊ കവറോ അള്ളാഹുതആല കാത്തുരക്ഷിക്കട്ടെ. കാരണം എന്ത് നോമ്പ് ചങ്ങായി, നബിയല്ലേ പ്രധാനം. നബി പറഞ്ഞ നോമ്പെടുത്തു. നബിയാണ് പ്രധാനം. നബിന്റെ മെനഞ്ഞൊന്നുമില്ല, ഒന്നുമില്ല. എല്ലാം 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 എല്ലാം
ചിന്തിക്ക്. ഒരുത്തന് അവൻ്റെ പെണ്ണുങ്ങളെ കണ്ണിൻ്റെ കണ്ടുകൂടാ, പെണ്ണുങ്ങളോട് യാതൊരു ഇഷ്ടവുമില്ല. അങ്ങനെയാണ് എന്ത് ഓളെ ബാപ്പ മരിച്ചപ്പോൾ നോക്കുമ്പോൾ കുറേ തെങ്ങും തോട്ടം കിട്ടി, കുറേ വാഴത്തോട്ടം കിട്ടി, കുറേ കവുങ്ങും തോട്ടം, പിന്നെ റോട്ടുമുക്കത്ത് പീടിയം മുറിയും അയിമത്തന്നെ കെട്ടിമറിയും രാവും പകലും. അവിടുന്ന് അവനോട് പോരില്ല. ഓനെപ്പറ്റി അമുക്ക് നല്ലത് എന്താ പറയുക, പെണ്ണുങ്ങളെ തിരിഞ്ഞു നോക്കൂല. ഓള് തെക്കെന്ന് പറഞ്ഞാൽ ഒമ്പടക്കെന്നേ പറയുള്ളൂ. ഓളെ കയ്യിൽ നിന്ന് ചായ കുടിക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് നേരെ വെളുക്കുമ്പോഴത്തിന് പിടിക്കൊണ്ട്. കാരണം ഓളെ പറ്റിയുള്ള പുരാതി അല്ല ഒന്നും പറയും. ഓളൊരു ചായന്റെ വെള്ളം കൊടുത്ത മര്യാദക്ക് സന്തോഷത്തിൽ മുറുക്ക് കുടിക്കൂലോ. പട്ടിണി നടന്നാലും ഓളുണ്ടാക്കിയ ചോറ് നിന്ന് കിടന്നുറങ്ങൂല. ഓളെ വിരിപ്പ് കിടക്കൂല. എനിക്ക് ചൂടാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വല്ല കോതടി പുറത്തിട്ടാണ് നിലത്തിടക്കുള്ളൂ. ഇങ്ങനത്തെ ഒരുത്തനാണോ? അപ്പോഴാണ് ഓളെ ബാപ്പാന്റെ മൂക്കിൽ പഞ്ഞി വെച്ചത്. ഓളെ ബാപ്പാന്റെ മൂക്കിൽ പഞ്ഞി വെച്ചതോട് കൂടെ മുതലോരി വെച്ചപ്പോ എമ്പാടുണ്ട്. തെങ്ങും തോട്ടം 4 എണ്ണം, കവുങ്ങും തോട്ടം 3 എണ്ണം, റോട്ടുമക്കത്ത് സ്ഥലം വേറെ, പീടിയ മുറി വലിയ ദിവസം 500-1000 റുപ്യൊക്കെ വാടകയുള്ള റൂമുകള് എല്ലാം. പിന്നെ ഓന് പൊരയ്ക്ക് വരാൻ നേരല്ല. അവിടെ തേങ്ങ വലിപ്പിക്കണേ, ഇവിടെ തെങ്ങ് കവുന്ന് തോട്ടൊക്കെ പായണേ, ഇവിടെ പിന്നെ അണ്ടി പൊറുക്കണേ, ഇവിടെ പിന്നെ വാടക കൃത്യാക്കി നോക്കണേ. അങ്ങനെ പോയി തന്നെ. ഇവളോടോ ഒരു സ്നേഹമില്ല. അതന്നെ എങ്ങ എന്റെ നോമ്പ്, നോമ്പിനും പായന്, തറാവീനും പായന്. നബിയോ? നബി എനിക്ക് കുന്തമല്ല. അവിടെയാണ് മുൻഗാമിയെ പഠിക്കേണ്ടത്. മുൻഗാമിക്ക് തറാവി മുടങ്ങിയാലും മങ്കൂസ് മുറി തുടങ്ങൂല. പാടത്തെ പണിയാണെങ്കിൽ ഒരു തെറാവിനൊന്നും നിൽക്കൂല. അത് ഈശ്വരമായി കഴിഞ്ഞാൽ പോരും. പക്ഷെ എന്തുണ്ടാവും ഈശാമാരിമിൻ്റെ ഇടയിൽ മങ്കൂസ് മുറി തുടങ്ങും. എന്തേ? നബിയാണ് നമ്മളെ മുതൽ, നമ്മൾ നബിൻ്റെ മുതലാണ് എന്നവർക്കറിയാം. നമ്മൾ ഈ അമലുകൾ ഭാര്യ കൂട്ടി ചാക്കിലാക്കിയിട്ട് മീസാനിക്ക് തൂക്കാൻ പോവുക. ഈ സാധനം അവിടെ എത്തിയ അഭാവം മൻസൂറ, നബില്ലെങ്കിൽ വിതറപ്പെട്ട തോളിയ. അത് തലക്ക് കൊടുത്ത് ചിന്തിക്കണം. ഇത് വളരെ ചിന്തിക്കണം. മല്ലം യറൻ നഫ്സഹു ഫീ മിൽക്കി റസൂലി ولم ير ولاية الرسول في جميع الأحوال لم يذق حلاوة سنته. പിന്നെ തറാവീന്റെ രസമില്ല. ആ തറാവീന്റെ രസം അനുഭവിക്കണമെങ്കിൽ ഓന്റെ താടി ആർക്ക് കൊടുക്കണം? റസൂലുള്ളാഹിക്ക് കൊടുക്കണം. നോമ്പാണെങ്കിൽ നിസ്കാരാണെങ്കിലും നബിക്ക് കൊടുത്താലേ നോമ്പുള്ളൂ. നബി പറഞ്ഞ നോമ്പ് വെച്ചു, നബി പറഞ്ഞ നോമ്പ് മുറിച്ചു, നബി പറഞ്ഞ നിസ്കരിച്ചു. നബി നിസ്കരിക്കണ്ട നിസ്കരിക്കൂല. നബി പറഞ്ഞപ്പോ ഹജ്ജിന് പോയി, നബി പോവില്ല, പോയതുമില്ല. നബി പറഞ്ഞപ്പോ കൊടുത്തു, നബി വേണ്ടായിരുന്നു, കൊടുത്തില്ല. ഞാൻ എന്റെ മുതലൊക്കെ ദാനം ചെയ്യാനായിരുന്നു, പറ്റൂലായിരുന്നു. പിന്നെ അവൻ 2ാമത്തെ വർത്താനം പറഞ്ഞില്ല. ആ സ്വാബി ഞാൻ പൗതിയായിരുന്നു, വേണ്ടായിരുന്നു. പിന്നെ വേണ്ടിയില്ല. പിന്നെ പറഞ്ഞ 1/3 ഇനി ഷീട്ട വേണമെങ്കിൽ കൊടുത്തു പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാറ് അയാള്? എന്റെ നബി പറഞ്ഞ അപ്പുറം നിൽക്കൂല. ചില ആളുകളെ മുതൽ നബി, ചില ആളുകളുടെ നബി മുതലേ അവർ കൊടുത്തപ്പോ നബി വാങ്ങിയില്ല. ചിലത് ചോദിച്ചു വാങ്ങി. 600 ഈത്തപ്പനകളുള്ള ബൈറുഹ എന്ന തോട്ടം അവർ സ്വഹാബി കൊടുത്തു. ഒരു വാക്ക് വേണ്ടിയില്ല. അത് അങ്ങനെ തന്നെ നബി വന്നു. മദീന പള്ളിന് വേണ്ടി തോട്ടം ഉണ്ടായി 600 ഈത്തപ്പന. كان النبي صلى الله عليه وسلم يحبها ويدخل فيها ويشرب من مائها كان يحبها. മനസ്സിലായില്ല? ആ തോട്ടത്തിന് റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ തോട്ടത്തിനുള്ളിൽ കയറിയിട്ട് ഈ സ്വഹാബിയുടെ ഈ തോട്ടത്തിന്റെ ഉള്ളിൽ കയറി റസൂലുള്ളാഹി വെള്ളം കുടിക്കും. ആ വെള്ളം റസൂലുള്ളാഹിക്ക് നല്ല ഇഷ്ടമാണ്, നല്ല ഉറവുണ്ടായിരുന്നത്. ഇപ്പം നമ്മളെ മദീന പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിലാണ് തോട്ടം. അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു 600 ഈത്തപ്പനകളുണ്ട് അതിൽ. അതാണ് എൻ്റെ എല്ലാ ആ വരുമാനമാണ്. അത് ഞങ്ങൾ കയറുന്നു, കയറാണ്. നിങ്ങൾ എന്താ വിചാരിച്ച അങ്ങനെ ചെയ്താൽ? അപ്പൊ റസൂലുള്ളാഹി വാങ്ങി. അത് വേണ്ടെന്ന് നബി പറഞ്ഞില്ല. അപ്പൊ ഈ സ്വഹാബി പള്ളിനിറങ്ങി ഓടി ഉമ്മുദ്ദഹ്ദാഹിനോട് പോയി പറഞ്ഞു, തോട്ടത്തിന്റെ പുറത്ത് ഞാൻ റസൂലുള്ളാഹിക്ക് കൊടുത്തു, ഞാൻ അങ്ങോട്ട് കിടക്കണില്ല, ഇജണ്ട് പോര്. ഒരു പല്ലിൽ കുത്തുന്ന ചീള് വരെ എടുത്തില്ല ആ പെണ്ണ് വേഗം കുട്ടികളുടെ അടുത്ത് പാഞ്ഞു. കാരണം നബിക്ക് കൊടുത്ത് നമ്മളെ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് എന്താന്ന് പറഞ്ഞു? ഞാനും എൻ്റെ കുട്ടികൾ മര്യാദയ്ക്ക് ജീവിച്ചു പോകണത് ഈ ഒരു തോട്ടം കൊണ്ടാണ്. നിങ്ങൾ പള്ളിയിൽ പോകുക, നബിക്ക് കൊടുത്തു, അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു, പറഞ്ഞുകൊണ്ട് പോരുക. നിങ്ങൾക്ക് പിരാന്താ? എനിക്കില്ല, ഞാൻ ഇവിടെ ഇറങ്ങൂല.
ഞാനത് പഞ്ചായത്ത് പോയി പറയുന്നു. എന്താ പറഞ്ഞോ പറയേ ഇല്ല. അപ്പെണ്ണ് ഇറങ്ങി പോന്നു. അപ്പെണ്ണ് കുട്ടികളെ എടുത്ത് പാഞ്ഞു അവിടുന്ന് തോട്ടത്തിന്. എന്തുകൊണ്ട്? ഭർത്താവ് 600 ഈത്തപ്പന, ആ മനുഷ്യന്റെ എല്ലാ വരുമാനവും അതാണ്. ആ 600 ഈത്തപ്പനുള്ള തോട്ടം റസൂലുള്ളാഹിക്ക് കൊടുത്തു. റസൂലുള്ളാഹി വാങ്ങുകയും ചെയ്തു. വേറെ സഹാബി കൊടുത്തു, മുഴുവൻ തെരുവ് വാങ്ങൂലായിരുന്നു. വാങ്ങിയോല് കൊടുത്തു, ഇല്ലെങ്കില്ല. അധികാരം ആർക്കാണ്? പറയേ റസൂലുള്ളാഹിക്കാണ്. ഒരു സഹാബിയുടെ വീട്ടിൽ രാവിലെ റസൂലുള്ളാഹിന്റെ ദൂതൻ വന്നു. അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ജുറ ഇംറഅതക, നബി പറയുന്നവരെ നിന്റെ ഭാര്യയുടെ വിരിപ്പിൽ കിടക്കാൻ പാടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമറനി അൻ തുലിഖഹ, തലാഖില പറഞ്ഞിട്ടുണ്ടോ നബി? ഇല്ല, അത് പറഞ്ഞില്ല. അൽഹംദുലില്ലാഹ്. മാ അമറനി ഹബീബി അൽ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുലിഖ ഇംറഅതി ലൗ അമറനി ലതല്ലഖ്തുഹ. രാവിലെ വന്നിട്ട് ഒരു സഹാബി പറയാണ്, വീട്ടിൽ കയറി വന്നിട്ട്, നിങ്ങളെ പെണ്ണുങ്ങളെ ഇനി മേലാ കിടക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, അവളെ തൊലാക്കലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓ അൽഹംദുലില്ലാഹ്. മാ അമറനി റസൂലുള്ളാഹി അൻ ഉതല്ലിഖ സൗജതി, എന്റെ പെണ്ണുങ്ങളെ തൊലാക്ക് ചെല്ലണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലല്ലോ. അൽഹംദുലില്ലാഹ്. ലൗ അമറനി അൻ ഉതല്ലിഖഹ, അവളെ തൊലാക്ക് ചെല്ലണമെന്ന് നബി എന്നോട് കൽപ്പിച്ചാൽ ലതല്ലഖ്തുഹ, ഞാൻ അവളെ തൊലാക്കലും. ഞാൻ എന്റെ മുതലല്ല, ഞാനും എന്റെ ഭാര്യയും ആരുടെ മുതലാണ്? മുസ്തഫ നബിയുടെ മുതലാണ്. നബിക്ക് എന്ത് കൽപ്പിക്കാൻ അധികാരമുണ്ട്? ഇതാണ് റസൂലുള്ളാഹി, ഇതാണ് മുഅ്മിനീങ്ങള്. നല്ലോണം ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ ഇനി പറയാനുള്ളതൊക്കെ മനസ്സിലാവുള്ളൂ. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ നീട്ടൂല. ഇത് ചിന്തയാണ്. കുറേ ചെറപറാന്ന് പറയാൻ ഒരു ചിന്തയാണ്, ഇതൊരു ചിന്തയാണ്. നല്ലോണം ചിന്തിക്കണം. അല്ലാഹു നമ്മുടെ ബോധം തുറന്നു തരട്ടെ. ഇതെല്ലാം ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 ളുഹൂറാണ്. ഒന്ന് ളുഹൂറുൽ വിലാദ, ഒന്ന് ളുഹൂറുൻ നുബുവ. കർമ്മപദം വെളിവാകുന്നത് റമളാനിലാണ്. ളുഹൂറുൽ വിലാദത്താണ് എന്ന് റബീഉൽ അവ്വൽ, ളുഹൂറുൻ നുബുവത്ത് റമളാൻ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ അള്ളാഹു കൂട്ടിക്കെട്ടിയത് നുബുവത്തിലേക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അന്നബിയു, നുബുവത്ത് കിട്ടിയ ഈ ആൾ ആണൽ, അങ്ങനല്ലേ? അന്നബിയു മുഹമ്മദുൻ ഔലാ ബിൽ മുഅ്മിനീന എന്നല്ലേ ഇവിടെ പറഞ്ഞ എന്താ? നീ മുഹമ്മദ് എന്ന അവസരമുണ്ട്, അതിന് അവിടെ ആർത്തുണ്ടാവും. ഞാൻ വേറെ പറയും, അന്നബിയു, നുബുവത്ത് കിട്ടിയ ഈ ആൾ, ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാണ്. അപ്പൊ നബിയുടെ ളുഹൂറിൽ ഈ ആയത്തനുസരിച്ച് നമുക്ക് ഏറ്റവും പ്രധാനത റമളാനാണ്. റബീഉൽ അവ്വലിനേക്കാൾ വലിയ മൗലിദ് നടത്തുന്ന മാസം റമളാനാണ്. മറ്റേ ളുഹൂറുൽ വിലാദത്താണ്, ഇത് ളുഹൂർ നുബുവത്താണ്. നമ്മളെ എല്ലാം നുബുവത്തുമായി കൂട്ടിക്കെട്ടിയതാണ്. മനസ്സിലായില്ല? നമ്മളവസ്ഥ എന്താ വെച്ചെങ്കിൽ, 1000 സ്വലാത്ത് മറ്റു മാസങ്ങളിൽ ചെല്ലിയിരുന്ന ഒരാളാണെങ്കിൽ റമളാൻ മാസം വരുമ്പോൾ തറാവി ആയതുകൊണ്ട് അതൊന്നും നടക്കൂല. നിനക്ക് 1000 സ്വലാത്ത് ചെല്ലലും തറാവിയും രണ്ടും കൂടി പരസ്പര വിരുദ്ധമായാൽ എന്തിനാ മുന്തിക്കണ്ട്? സ്വലാത്തിന്, തറാവിനല്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നത് ഹബീബ് റസൂലുള്ളാഹിക്ക് ഡയറക്റ്റ് ചെയ്യുന്നതാണ്. നബിയുമായി ബന്ധപ്പെട്ട നിന്റെ അമൽ, ഇപ്പം നബിയുമായി ബന്ധപ്പെട്ടത് മശായിഖന്മാരുമായി വഴി കിട്ടുന്നതുണ്ടാവും. ഇത് പൊതു അമല. എന്ത്? ഈ കാണുന്നതൊക്കെ പൊതു അമല. അതേ സമയത്ത് നിന്നോട് നിന്റെ ഒരു ഗുരുനാഥൻ, എക്സാമ്പിൾ ഇപ്പം ജിന്റെ ശിഷ്യന, ഞാനോട് എന്ത് പറഞ്ഞു? ഒരു 5000 സ്വലാത്ത് ചെല്ലട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പണിയുണ്ട്. ഇപ്പം ഞാൻ എന്നോട് ജിൻ്റെ നാമൽ വാങ്ങിയ ഒരാളാണ്. ഞാൻ എന്നോട് വിറുദ് ചെല്ലാൻ പറഞ്ഞു, വലീഫ് എല്ലാം പറഞ്ഞു. 2 വിറുദ്, രാവിലെ വിറുദ് സുബാഹി, വൈകുന്നേരം വിറുദുൽ മസാഇദ്, പിന്നെ ഒരു വലീഫ, പിന്നെ തക്സീറു സ്വലാത്തുൽ ഫാത്തിഹ. അങ്ങനെ കുറേ പണി എനിക്കുണ്ട്. അത് മുടങ്ങിയത് ഞാൻ പറഞ്ഞു. ഇതും തറാവിയും എതിരാണെങ്കിൽ എന്തിനാ ചിന്തിക്കണ്ട് ഈ അമലിനെ? കാരണം അത് റസൂലുള്ളാഹി വഴി നിനക്ക് കിട്ടിയതാണ്. എനിക്ക് അമൽ തന്നത് ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനിയാണ്. അവർക്ക് ഈ അമൽ കൊടുത്തത് ഷെയ്ഖ് ഇബ്രാഹിം നിയാസിൽ കൗലഖിയാണ്.
അവർക്ക് ഈ അമൽ കൊടുത്തത് ഷെയ്ഖ് അഹമ്മദ് അയ്യാഷ് സുഖേർജാണ്. അവർക്ക് ഈ അമൽ കൊടുത്തത് ഷെയ്ഖ് അഹമ്മദ് അബ്ദുല്ലാബിയാണ്. അവർക്ക് ഈ അമൽ കൊടുത്തത് ഷെയ്ഖ് അലി ഐസത്ത് മാസിനിയാണ്. അവർക്ക് ഈ അമൽ കൊടുത്തത് അൽ ഖുത്ബുൽ മക്തൂം അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് തിജാനിയാണ്. അവർക്ക് ഈ അമൽ കൊടുത്തത് മുസ്തഫ നബിയാണ്. അപ്പം നിനക്ക് മുസ്തഫ നബി വഴി ലഭിച്ച ഖാസായ ഒരു അമൽ എൻ്റെ കയ്യിലുണ്ട്. തറാവി 2 നിന്നാൽ ഇനിയിപ്പം ഇലക്ട്രീഷ്യനാണ്, പണിക്കോയി കുഴങ്ങി വന്നു, ഇനി 2 പണിയെ എന്നെ കൊണ്ട് നടക്കുള്ളൂ. ഒന്നിരിക്കും തറാവിസ്കരിക്കുക, അല്ലെങ്കിൽ മശായിഖന്മാർ വഴി കിട്ടിയ അമൽ ചെയ്ത് തീർക്കുക. എന്തിനും ബുദ്ധിക്കണ്ട് മശായിഖ എന്തുകൊണ്ടാണ് റസൂലുള്ള ഖാസ എനിക്കെന്നാണ്? റസൂലുള്ള ഇഷ്ടപ്പെട്ടാലേ നിനക്കില്ല അത് എത്തുള്ളൂ. റസൂള്ളയിലേക്ക് നിന്നെ തിരഞ്ഞെടുത്താലേ അത് നിനക്കെത്തുള്ളൂ. മറ്റേത് പരക്കച്ചോറാണ്. അത് നേരിട്ട് ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്. മനസ്സിലായില്ല? എനിക്ക് പറഞ്ഞ് മനസ്സിലായോ? തന്നെ ഇത് ദായിമായ 1000 സ്വലാത്തിലുണ്ട്. ഇന്ന് പണിക്കോയി കഴിഞ്ഞില്ല, പണി കഴിഞ്ഞ് ക്ഷീണിച്ചു, ഞങ്ങൾക്ക് 2 പണിയെ കിടക്കുള്ളൂ. ഒന്നിരിക്കൽ തറാവിസ്കരിക്കുക, അല്ലെങ്കിൽ 1000 സ്വലാത്തില്ല. എന്തിനു ബുദ്ധിക്കണ്ട് സ്വലാത്തിനെ? അത് കഴിഞ്ഞിട്ട് എന്നെ കിട്ടിയെങ്കിൽ ചെയ്താൽ മതി. നല്ല പോലെ ചിന്തിക്കണം. അതൊക്കെ പ്രധാനമല്ലേ? പ്രധാനമാണ്. പക്ഷെ അവനവൻ്റെ ഔറാദുകൾ, അവനവൻ്റെ മശായിഖന്മാർ വഴിയോ അവൻ നിത്യമായി ചെയ്യുന്നതുമായ അമലിന് വലിയ പ്രധാനമുണ്ട്. അത് മുറിയാനേ പടില്ല. റസൂലുള്ളാഹിയുടെ അഹദാണത്. അതിന് മുഅക്കരീങ്ങളുണ്ട്. മനസ്സിലായില്ല? അതിന് മുഅക്കരീങ്ങളുണ്ടാവും. അത് ശ്രദ്ധിച്ച് എഴുതി പോകുന്ന മലക്കുകളുണ്ട്. ആ സമയത്ത് നിന്റെ ഇടവും ബലവും ഇരുന്ന് നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മലക്കുകളുണ്ടാവും. അത് മുടങ്ങിയാൽ അവർ മുടങ്ങും. മനസ്സിലായില്ല? നമ്മൾ ദായിമായ ഒരു അമൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ദായിമായ അമലുകൾക്ക് മുഅക്കരീങ്ങളുണ്ടാവും. ഈ പിരിശപ്പെട്ട് നിന്റെ പരിസരത്ത് വന്ന് നിൽക്കുന്നവരുണ്ടാവും. ആ അമല് കഴിയുന്നത് വരെ അവർ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? ഇസ്തിഗ്ഫാർ ചെയ്യും. ആ അമല് നിന്ന് മുടങ്ങിയാൽ അത് അവരുടെ കൂത്താണ്. ആ മലക്കളുടെ ഭക്ഷണം നിന്റെ ഈ അമലാണ്. മനസ്സിലായില്ല? മലക്കൾക്ക് വേറെ ഭക്ഷണമല്ല. മുഅ്മിനീങ്ങളെ അമലിനെ അകമ്പടി സേവിക്കലാണ് അവരുടെ ഭക്ഷണം. മനസ്സിലായോ? നീ ദായിമായി ചെയ്യുന്ന ഒരു അമലുണ്ട്. ആ ദായിമായി ചെയ്യുന്ന കൊല്ലങ്ങളായി ഒന്നിരിക്കൽ ഗുരുനാഥൻ പറഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മൾ തെരഞ്ഞെടുത്തപ്പോ നമ്മളതിന്റെ ആളാണ്. മനസ്സിലായോ? അത് അതിന് മുഅക്കരീങ്ങൾ വന്നുകൂടും. ആ മുഅക്കരീങ്ങളായ ആളുകൾക്ക് തന്നെ ഇഷ്ടമുണ്ടാവും. വലില്ലാഹി ജുനൂദു സമവാതി വൽ അർദ്, ആകാശഭൂമികൾ നിറയെ അല്ലാഹുവിന് പട്ടാളക്കൂട്ടമുണ്ട്. എന്തിനാണ്? അകമ്പടി സേവിക്കുക. അങ്ങനത്തെ ഒരു വ്യക്തി ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ പിശാച് ഓടും. എന്തുകൊണ്ട്? ഈ വ്യക്തി അകമ്പടി സേവിച്ച് ആരുണ്ടാവും? അള്ളാഹുവിന്റെ പട്ടാളുണ്ടാവും. ഒരു പാഞ്ഞ് തടിയെടുക്കും ചെയ്താൻ. ഞാൻ വായിക്കുന്നത് സ്വാലിഹീങ്ങളോട് സഹവസിക്കുക, നിൽത്ത സ്വലാഹ ബിഹിം, അവരെ കൊണ്ട് നിനക്കും സ്വാലിഹാകാൻ കഴിയും. എന്തുകൊണ്ട്? അവരെ സദസ്സിൽ പോയിരുന്നാൽ പിശാചിന്റെ സാന്നിധ്യം ഒഴിവാവും. പിന്നെ അവിടെ തന്നെ കൂടി, പിന്നെ എന്നെ കൊണ്ട് അവർക്ക് ശല്യായി, പിശാചുകൾ പോയി. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അവരെ സദസ്സിൽ പിശാച് വന്നിരിക്കാൻ കഴിയില്ല? പിശാചിന് വഴിയിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് വഴിയിൽ കയറിയാൽ പിശാച് മറ്റൊരു വഴിയിലേക്ക് ഓടും. പിശാചിനെ നടക്കാൻ കഴിയില്ല. അങ്ങനത്തെ സ്വാലിഹ്യങ്ങൾ എന്നും ഉണ്ടാവും. അപ്പൊ ആ സ്വാലിഹ്യങ്ങളോട് സഹവസിക്കുമ്പോൾ, ആ സ്വാലിഹ്യങ്ങളെ സദസ്സിൽ സഹവസിക്കുമ്പോൾ നിന്റെ തടിയിൽ നിന്ന് ആര് ഇറങ്ങിപ്പോവും? പിശാച്. അവർ എന്നോട് കൽപ്പിക്കും. അവർ കൽപ്പിച്ചതിന് അതിന് അസറുണ്ടാവും. ഈ എല്ലാ ദിവസവും ഒരു 3 ജുസു അതാ കിടക്കരുത് തരണം. അത് ആയി വരികയാണ്. ഈ പണിക്കോയി കുഴങ്ങി വന്നു, പകൽ ഓതാൻ കഴിഞ്ഞില്ല, ഞാൻ 3 ജുസു ഖുർആൻ ഓതൽ തറാവിയും നടക്കൂല. എന്തിനു ബന്ധിക്കണ്ട്? ആ 3 ജുസു ഖുർആൻ ഓതലിനെ അത് മുടങ്ങാൻ പാടില്ല. അതിന് മുഅക്കരീങ്ങളുണ്ടാവും. അത് സ്വാലിഹായ ഒരു സിറാത്തുൽ മുസ്തഖീമിലുള്ള ഒരു മുത്തഖിയായ മഹാൻ എന്നെ ഏൽപ്പിച്ചതുമാണ്. ആ മഹാന്റെ ഷെയ്ഖിൽ നിന്ന് ആണ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. അത് കാഫിയ ഒരു ആബിദിന് എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊന്നും ഞാൻ ഇതിനെ നിസ്സാരപ്പെടുത്തല്ല. ഇതൊക്കെ പ്രധാനം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് എന്ത്? മശായിഖന്മാർ വഴി നമുക്ക് ലഭിക്കുന്ന അമലുകൾ. അത് മുസ്തഫ നബിനെ ഡയറക്റ്റ് കിട്ടിയതാണ്. മുസ്തഫ നബിക്ക് സമർപ്പിക്കുന്ന അമലുകൾ ഇതൊക്കെ ഭയങ്കര വിലയാണ്. ഇത് റമദാനായി കഴിഞ്ഞാൽ അതൊക്കെ മുടങ്ങും. 1000 സ്വലാത്തില്ല, 100 സ്വലാത്തിലും കഴിയുന്നില്ല. എന്നോട് തറാവീനോട് നല്ലപോലെ ചിന്തിക്കണം. മുതൽ തറാവി മുടക്കാൻ വേണ്ടിയല്ല, എടുക്കാൻ വേണ്ടിയല്ല. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇത്തരം തറാവിയന്മാരില്ല. മുഅ്മിനീങ്ങളുണ്ട്.
എല്ലാ തറാവീനും പങ്കെടുക്കുന്നതിൻ്റെ ഒപ്പം നിന്ന് നിസ്കരിക്കാൻ പോന്നിരുന്ന എൻ്റെ അയൽവാസി പെരുന്നാൾ മാസം കണ്ട പോകന് വന്ന് ബ്രാൻഡി ഷാപ്പിൽ നിന്ന് കുപ്പി വാങ്ങി എൻ്റെ മുന്നിൽ കൂടി പോകണം കണ്ടപ്പോഴാണ് ഞാനാകെ ഇടിവട്ടിമായി നിന്ന് പോയത്. എന്നോട് ഈ കഴിഞ്ഞ കൊല്ലം ഒരാളിനോട് പറഞ്ഞിട്ട് മനസ്സിലായില്ല. തറാവീന് ഫുള്ളിൻ്റെ ഒപ്പം കൂടി ഒരുത്തൻ പിന്നെ എന്തുണ്ടായി? മാസം വെച്ചപ്പോൾ കുപ്പി വാങ്ങി. നീ മാസം ലെവലാക്കണമെങ്കിൽ, നീ പെരുന്നാളാക്കണമെങ്കിൽ കുപ്പി വാങ്ങണം. എണ്ണ കുപ്പിയല്ല, മറ്റ്. അപ്പം ഈ 30 ദിവസത്തെ തറാവിയാണ്. തറാവി ഒരു റക്കാറ്റ് കാണാൻ എന്താ 700 ഇരട്ടിയൊക്കെ ഉണ്ടാവും. 10 കൂട്ടിക്കൊള്ളി. അപ്പോൾ 20 റക്കാറ്റ് എത്രയായി? 200 റക്കാറ്റായി. 10 കൂട്ടിയാൽ തന്നെ 200 റക്കാറ്റായി. 200 ഫർദിന്റെ സ്ഥാനത്താണ്. സുന്നത്തിന് ഫർദിന്റെ സ്ഥാനമുണ്ട്. അപ്പോൾ 200 ഫർദ് റക്കാറ്റ് നിസ്കരിച്ചത് മാതിരിയായി ഒരു ദിവസം. ഇപ്പം 10 ദിവസത്തിനാവുമ്പോൾ എത്രയായി? 2000 അടിസ്ഥാനം കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് പൊങ്ങും 700 ഇരട്ടി 7000 അങ്ങനെ ഇടോ. അപ്പോൾ ഒരു 6000 റക്കാത്ത് പറയാം ഫർദ് നിസ്കരിച്ച കൂലിയാണ്. എന്തിന് പറയങ്ങായി? എന്തിന്? എന്നാണ് ഇനിയിപ്പോൾ കുപ്പി പൊട്ടിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ട്? ഇവിടെ എന്തുണ്ടല്ലോ ഈ റമദാൻ തന്നെ 6000 റക്കാത്ത്. പിന്നെ ഇടക്കിടക്ക് ഓതിയിട്ടുണ്ട്. ഓതിയ അച്ഛൻ എണ്ണു. ഇന്നൊരാൾ പറഞ്ഞു ആ അച്ഛൻ എണ്ണലുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. 1-ന് 10 കൂലിയല്ലേ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്? ഇനിയിപ്പോൾ ചെറിയ ഒരു മറ്റേ ബ്രാൻഡിൻ്റെ കുപ്പി വാങ്ങിയായിരുന്നു. അതൊന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ തിന്ന് പുറത്തേക്ക് ചാടിയുമ്പോൾ അന്ന് ഒപ്പിച്ചോളൂ. എന്നാലും മുതലവിടെ ഉണ്ടാവും. തുലാസിന്ന് ഉണ്ടല്ലോ, തുലാസുകൾ കൂമ്പാരം വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്താവും? താഴത്തേക്ക് ചാടുമല്ലോ. അപ്പോൾ അതിമ പോവും. എന്ത് ബ്രാൻഡി കുപ്പിയൊക്കെ നന്നായോ? നന്നാവില്ല. അതേ സമയത്ത് മശായഹന്മാർ വഴി കിട്ടിയൊരു മനുഷ്യൻ നന്നാകനെയും ഈദായുമായ ഒരള്ളം നന്നാകനെയും 1000 സ്വലാത്ത് റസൂലുള്ളാഹിൽ നന്നാകനെയും എന്ന് റസൂലുള്ളാഹിക്ക് ബദരീങ്ങൾക്കും ഒരു ജുസോ 2 ജുസോ ഉണ്ടെങ്കിൽ നന്നാകനെയും അതിൻ്റെ മൊക്കരിങ്ങളുണ്ടാവും. ആകാശലോകത്ത് തന്നെ പറ്റി പേരുണ്ടാവും. 1000 ഇഖ്ലാസ് സൂറത്ത് ദിവസം ചെല്ലും ഒരാൾ. അങ്ങനത്തെ ആളുകളുണ്ടാവും. അവരെ അല്ലാഹു ബാല്യ രക്ഷപ്പെടുത്തും. ഇഖ്ലാസ് സൂറത്ത് തന്നെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. 1000 ഇഖ്ലാസ് സൂറത്ത് ദിവസം ഓതുന്നതിന് മനുഷ്യന് വലിയ പദവി ഉണ്ടാവും. റമദാനായപ്പോൾ മുടങ്ങി. കാരണം നോമ്പുറക്കൽ കഴിയുമ്പോൾ ഇഷാനവാൻ കൊടുത്ത് പിന്നെ പോയാൽ അവിടുന്ന് 10 മണിക്കാണ് ഗീബത്തിന് ഇരുന്നിട്ടില്ലെങ്കിൽ തന്നെ 10 മണിയാവും. അതിൻ്റെ ഇടക്കാണ് പള്ളീൻ്റെ സെക്രട്ടറിയാണ് കണ്ടത്. പിന്നെ ഗീബത്തായി UDF LDF കുത്തിമറിഞ്ഞ് 12 മണിയായി. ഇനി എന്തില്ല? ഇന്നത്തെ ഇഖ്ലാസില്ല. നേരെ അവിടുത്തെ പണിക്കും പോകണം. കുറച്ച് നേരം ഉറങ്ങാനുള്ളൂ. നമ്മൾ വിചാരിക്കും ഇഷ്ടംപോലെ ഉറങ്ങാൻ നേരം ഉണ്ടാവും. ഉറക്കോൾക്കെന്ന് ഉറങ്ങാൻ പണിയെടുക്കും. മര്യാദയ്ക്ക് ഒരു പണിയെടുക്കുന്നവർക്ക് ഉറങ്ങാൻ കഴിയാത്ത മാസമാണ് ഇത് റമദാൻ. അപ്പോൾ പണി നടന്നില്ല. അപ്പോൾ റമദാൻ ഇട്ട് വീണു. ചിലപ്പോൾ ഈ ഇട്ട് വീണ പിന്നെ എടുക്കൂല. ആരായിരുന്നു? സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആളാ. ബഹുമാനപ്പെട്ട അബൂദർ ഖുഫാരി മുസ്തഫ നബി മജ്ലിസിലേക്ക് കയറി വന്നപ്പോൾ സയ്യിദുനാ ജിബ്രീൽ പറഞ്ഞു, ഹാദാ അബൂദറിൻ ഖദ് അഖ്ബല യാ റസൂൽ. നമ്മൾ അബൂദറാണല്ലോ വന്നത്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, താരിഫു യാ ജിബ്രീൽ, നിങ്ങൾ അബൂദറിനെ അറിയുമോ ജിബ്രീലെ? അറിയോന്നു. അഷ്ഹറു ഇൻദനാ മിൻഹു മിൻകും, നിങ്ങളുടെ ഈ മദീനയേക്കാൾ ഞങ്ങളുടെ വാനലോകത്താണ് അദ്ദേഹം പ്രസിദ്ധൻ. അപ്പോൾ ഹബീബ റസൂലുള്ളാഹിക്ക് കൗതുകം പിന്നെയും കൂടി. ബിമാദാ നാല ഹാദിഹിൽ ഫളീല, ഈ ഫളീലത്ത് അദ്ദേഹത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠത കിട്ടാനുള്ള കാരണം എന്താ? ലിസിഗരിഹി ഫി നഫ്സിഹി വകസ്റതി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, അദ്ദേഹം വിനയമുള്ള ആളാണ്. 2, അദ്ദേഹം എപ്പോഴും എന്തോതും ഖുൽ ഹുവല്ലാഹു അഹദ്. 1000 ഇഖ്ലാസ് ദിവസം ഓതുന്ന ആളായി. റമദാനായപ്പോൾ തറാവി കാരണം അത് മുടങ്ങി. 1000 സ്വലാത്ത് ഓതിയിട്ട് 1000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് റസൂലുള്ളാഹിക്കും ബദരീങ്ങൾക്കും അതിയാക്കും. മതിയാവും. നിനക്ക് ബദരീങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മതിയാവും. ബദരീങ്ങൾ അവരെ നീ സ്നേഹിച്ചാൽ എല്ലാം മതിയാവും. എല്ലാം മതിയാവും. അള്ളാഹു റസൂലിനെ ബദരീങ്ങളെ സ്നേഹിച്ചാൽ നിനക്കത് കാവലാണ് ദുനിയാവിൽ ആഖിറത്തിൽ. എന്തുകൊണ്ട്? അതിന് മേലെ ഞാനില്ല. അപ്പം ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ പഴയതിലേക്ക് മടങ്ങണം. ഞാൻ പറയും തറാവി വേണ്ടെന്നല്ല, പക്ഷെ എന്ത് മുടങ്ങരുത്? റസൂലുള്ളാഹിയുമായി നമ്മളെ ബന്ധം മുടങ്ങുന്നത്. അത് നമ്മുടെ റസൂലുള്ളാഹിനെ മറന്നിട്ട് ഈ അമലുകൾ ഈ സുന്നത്തിലാണ് നടക്കുകയാണെങ്കിൽ അത് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അത് ഇവിടെ ബാപ്പാൻ്റെ മുതലുമൊക്കെ കൂടും പോലെയാണ്. യഥാർത്ഥ ഭർത്താവാണെങ്കിൽ മുതൽ കിട്ടിയത് തിരിഞ്ഞു നോക്കൂല.
അയച്ചു കൊണ്ടാലേൽപ്പിച്ച എനിക്ക് തന്നെ മതി. എൻ്റെ മാപ്പൻ്റെ കയ്യിൽ മുതലൊക്കെ ഉണ്ട്. ഞാനങ്ങനെ എൻ്റെ മുതൽ കിട്ടിയിട്ട് അതിനെ കാത്തു തരികയില്ല. മനസ്സിലായില്ല? 2 തരം ഭർത്താക്കന്മാരുണ്ട്. ഇവളെ ഒഴിവാക്കേണ്ട സാധനമാണെങ്കിലും ഇവളെ 4 ദിവസം കാണാനില്ലാതെ ആയി. പിന്നെയാണ് എവിടുന്നോ മദ്രാസിൽ നിന്ന് വിട്ടിയത്. എന്നാലും വിടൂല. കാരണം ഓളെ ബാപ്പാനെ മൂക്കിൽ പനി അങ്ങനെ ആരെങ്കിലും കുത്തിക്കയറ്റി വെച്ചാൽ കഴിച്ചില്ലേ, പിന്നെ 10 തലമുറ ജീവിക്കാതെ സ്വത്ത് കിട്ടും. 4 ദിവസം ഓൾ വേറെ ആരോ എപ്പോഴോ കടന്നുറങ്ങി വന്നതാണ്, മദ്രാസിൽ നിന്നാണ് കിട്ടിയത്. കുഴപ്പമില്ല, ആയിക്കോട്ടെ. എന്നാലും ഇവിടെ ബാപ്പാൻ്റെ മൂക്കിൽ പനി വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ആൺകുട്ടിയാണ്. അപ്പോൾ ഓളെ ഇഷ്ടമില്ലാതെ മുതലിഷ്ടമുണ്ടാവും. അതല്ല എങ്ങനെ നമുക്കിപ്പോൾ നബി വന്നു പോയി. തെറാവി ഒരു മുതല, ഖുർആനൊരു മുതല. ഖുർആൻ മുതൽ തന്നെയാണ്. പക്ഷേ ഖുർആൻ ഓതാണെന്ന് ആയത്തിലുള്ള എന്നോട് പറഞ്ഞില്ല. എൻ്റെ അപ്പുറം അത്ഭുതം ഞാൻ നാളെ കാണിച്ചു തരാം. ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഓതിക്കൊള്ളിട്ടോ എന്ന് പറഞ്ഞു. ഖുർആൻ ഇറങ്ങിയ മാസം റമദാൻ. നമുക്കറിയാലോ. ഓതിക്കൊള്ളിട്ടോ എന്ന് പറഞ്ഞു. ഓതൽ നിർത്തണ്ട. പക്ഷെ അങ്ങനെ അള്ള പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ള പറഞ്ഞെന്താ അപ്പുറത്ത് ഞാൻ പിന്നെ പറയാം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ഖുർആൻ ഓതിക്കോളി എന്ന് ആ സൂറത്തിലുള്ള പറഞ്ഞു, ആയത്തിലുള്ള പറഞ്ഞു. അൽ ബഖറ 183 നോമ്പോച്ചോളി. 184 ബുദ്ധിമുട്ടാണ് നോമ്പുൽക്കണ്ട. 185 തുടങ്ങുന്നത് ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അവിടെ എന്താ എന്നോട് ഓതിക്കോളി എന്നറിയില്ല. ഉൻസില ഇലാമൻ ഉൻസില, ഇലാമൻ ഉൻസില ഇല മുഹമ്മദിൻ ഫഅ്തനി ബിഹി. അപ്പൊ ആളെ പരിഗണിച്ചോ? അതാണ് എൻ്റെ ഉള്ളിൽ ജോതലിന്റെ മേലെ ആളെ പരിഗണിക്കല്. തിരിഞ്ഞിട്ടില്ല. ഓതിക്കൊന്നും കൂടി പറച്ചോനെ പറഞ്ഞുകൊണ്ടായിരുന്നു. നമ്മൾ ഈ മുസാഫിൽ ഒതുങ്ങി കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഭാഗത്ത് അള്ളാഹത്തിൽ എഡിറ്റ് ചെയ്ത് വിട്ടതാണ്. മനസ്സിലായില്ല? ആദ്യം ഓതിക്കോളി എന്നൊക്കെ റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഫത്ലൂഹു ഫീ അയ്യാമി റമദാൻ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഫമൻകാന മിൻകും ആയത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ജിബ്രീൽ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ കുറച്ച് വാക്കുകളൊക്കെ ഉള്ള എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി. കാരണം ഭൂമിയിലെത്തുമ്പോൾ പിന്നെ മൂസാഫിനുള്ളിൽ ഒതുങ്ങിയിട്ടില്ലെങ്കിലോ? അങ്ങനെയാണോ പറയാൻ കഴിയും? അങ്ങനെയാണോ? അല്ല. ശഹ്റു റമദാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ഫമൻ ഷഹീദ മിൻകും അശ്ശഹ്റ ഫല്യസുംഹു. അത് മുമ്പ് പറഞ്ഞത്. നോമ്പോറ്റിട്ടോ ഓതിക്കൊള്ളിട്ടോ എന്നല്ല അവരോട് പറഞ്ഞു. റമദാനിൽ ഖുർആൻ ഓതിക്കൊള്ളി എന്നല്ല പറഞ്ഞു. നിങ്ങൾ ഒത്തു നിർത്താനല്ല ചങ്ങായിമാരെ പറഞ്ഞത്. ഉൻസില ഫീഹിൽ ഖുർആൻ ഇലാ മൻ ഉൻസില ഇലാ മുഹമ്മദ് വഅഖൽത മിൻ മുഹമ്മദ് ഫമുഹമ്മദുൻ ഔലാ ലക മിനൽ ഖുർആൻ لأنه هو أعطاك القرآن وقد أنزل إليه. ആ ആൾക്കളെ അള്ള പരിഗണിച്ചിട്ടാണ് ആ ആൾക്ക് കൊടുത്തതാണ്. എന്ത്? എനക്ക് തന്നതല്ല, നിനക്ക് തന്നതല്ല. വൈൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ ഇലൈക്കും എന്നാണോ അള്ള പറഞ്ഞ്? വൈൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. എൻ്റെ അബ്ദിന് ഞാൻ കൊടുത്ത ഖുർആൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നല്ല. ആർക്ക് കൊടുത്താണ്? എൻ്റെ അബ്ദിന് കൊടുത്താണ്. അപ്പോ ഖുർആൻ ഇറക്കപ്പെട്ടു. ആരിലേക്ക് ഇറക്കപ്പെട്ടു? ഒരു അബ്ദിലേക്ക്. ആ അബ്ദിനെ പരിഗണിച്ചോ? മറ്റത് കട്ടെടുക്കാനാ പറഞ്ഞത്. അനക്ക് കിട്ടിയ മുതൽ ഞാൻ ഇജ അങ്ങോട്ട് നോക്കുന്ന അതിനകത്ത് പറഞ്ഞു. നമുക്ക് പിന്നെ എൻ്റെ പോക്കറ്റിൽ നിറച്ച് പൈസ ഉണ്ടെങ്കിൽ, എൻ്റെ പോക്കറ്റിൽ നിറച്ച് പൈസ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് പറ്റിയത് പറഞ്ഞാണ്ട് ചോറും ചായയും ബിരിയാണിയൊക്കെ വാങ്ങി തിന്നാൽ അതിനൊരു ന്യായമുണ്ട്. എന്ത്? എന്നാലും ഓനും പറ്റിയത് പറയുന്നുണ്ട്. ഇജ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ സമയത്ത് ഞാൻ ഒറ്റ പൈസ എടുത്ത് പറഞ്ഞു. ഇനി പോക്കറ്റടി എന്നല്ല എങ്ങനെ പറയാ? ഇജ് നബിയെ പരിഗണിക്കാതെ ഖുർആൻ ഓടിയാൽ ഇനി പോക്കറ്റടി എന്നല്ല പറയാ? ഇജ് പോക്കറ്റടി തന്നെയല്ലേ? ഇജ് ഖുർആൻ പോക്കറ്റ് അടിച്ചല്ലേ? അങ്ങനെ ഇജ് നബിക്ക് പറ്റിയത് പറഞ്ഞ ഹോട്ടലിൽ കയറ്റി മുണങ്ങിക്കോ. മറ്റത് കട്ടെടുക്കല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? അല്ല നിങ്ങൾ സ്ഥലത്തുണ്ടോന്ന് എൻ്റെ ചോദ്യം. പാറിയുടെ ചങ്ങായിമാരെ, അന്തം വേണടാ. അന്തം അത് പാടിച്ചോൻ തരണം. അന്തം പാടിച്ചോൻ തരണം.